ഇനിയും അന്ധവിശ്വാസം കാരണം എത്ര കൊലകൾക്കാണ് കേരളം സാക്ഷിയാകേണ്ടി വരുന്നത്? നാടിനെ നടുക്കിയ 3 കൊലപാതകങ്ങൾ. ആരാണ് ചെന്താമര? എന്തിനാണ് പ്രതി ഈ 3 കൊലപാതകങ്ങൾ നടത്തിയത്? എന്താണ് പ്രതിയെ ഇതിലേക്ക് നയിച്ചത്? ഇയാളുടെ കൊലപാതക പട്ടികയിൽ ഇനിയും ആരൊക്കെ ബാക്കിയുണ്ട്? ഇന്ന് പറയാൻ പോകുന്നത് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെക്കുറിച്ചാണ്. ഞാൻ ശരണ്യ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര അന്ധവിശ്വാസിയായിരുന്നു. അയാളുടെ ഭാര്യയും മക്കളും അയാളോടൊപ്പം ആയിരുന്നില്ല താമസിച്ചിരുന്നത്. എന്നാൽ ഭാര്യയും മക്കളും തന്നോട് അകന്നു കഴിയുന്നതിന് കാരണം സജിതയും കുടുംബവും നടത്തിയ ദുർമന്ത്രവാദമാണെന്ന് ചെന്താമര വിശ്വസിച്ചിരുന്നു. ഇതിനു കാരണം ഒരു ജ്യോതിഷിയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്ന് ജ്യോതിഷി പറഞ്ഞിരുന്നു. തുടർന്ന് ഇയാൾ സമീപവാസിയായ മുടി നീട്ടി വളർത്തിയ സജിതയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അവർ തന്നെയാണ് ജ്യോതിഷി പറഞ്ഞ ആ സ്ത്രീയെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ആ അന്ധവിശ്വാസമാണ് മുടി നീട്ടി വളർത്തിയ സജിതയുടെ കൊലപാതകത്തിന് കാരണമായത്. വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറിയാണ് സജിതയെ 2019 പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത്. നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണമെന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞുവെന്ന് 5 വർഷം മുൻപ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും കൊല അവസാനിച്ചില്ല. ഇയാൾ സജിതയോടുള്ള അതേ വൈരാഗ്യം വീട്ടുകാരോടും വെച്ചു പുലർത്തി. 5 വർഷത്തിനു ശേഷം ജാമ്യത്തിനിറങ്ങിയ പ്രതി ആദ്യം പോയത് നെന്മാറയിലോട്ടായിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരി 27-ന് സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിലാണ് അതേ വീടിന്റെ മുന്നിലിട്ട് ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും പ്രതി വകവരുത്തിയത്. അയൽപ്പക്കത്തെ വേറെ 2 സ്ത്രീകളെയും ഇയാൾ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചെന്താമരയെ ഭയന്ന് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറുണ്ടായിരുന്നില്ലെന്നാണ് അയൽവാസിയായ പുഷ്പ പറയുന്നത്. പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടി ഉണ്ടെന്നും എപ്പോഴും മരണഭയത്തിലാണെന്നും പോത്തുണ്ടി സ്വദേശി പുഷ്പ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു. പ്രതി നേരത്തെ ജോലി ചെയ്ത കോഴിക്കോട് തിരുവമ്പാടിയിലും പോലീസ് തിരച്ചിൽ നടത്തി. എന്നാൽ ഫലമുണ്ടായില്ല. ഇതിനിടെ ചെന്താമരയുടെ ഫോൺ തിരുവമ്പാടിയിൽ സ്വിച്ച് ഓഫ് ആയെന്ന് സൈബർ സെൽ കണ്ടെത്തുന്നു. എന്നാൽ 2 ദിവസത്തിനു ശേഷം നെന്മാറ പ്രതി ചെന്താമരയെ പോലീസ് പിടികൂടുന്നു. പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്നാണ് ചെന്താമരയെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞു. നാട്ടുകാരും പോലീസും പ്രദേശത്തു നടത്തിയ തിരച്ചിലിലാണ് പ്രതി കുടുങ്ങിയത്. തുടർന്ന് പ്രതിയെ നെന്മാറ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. 2 ദിവസത്തോളമായി പ്രതിയെ പിടികൂടാത്തതിൽ പോലീസ് കടുത്ത വിമർശനം നേരിട്ടിരുന്നു. കേസിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ M മഹേന്ദ്ര സിംഗിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ സ്റ്റേഷന് മുന്നിൽ സംഘർഷാവസ്ഥയുണ്ടാവുകയും പ്രതിയെ വിട്ടു നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതിഷേധം കനത്തതോടെ പോലീസ് നാട്ടുകാർക്ക് നേരെ ലാത്തി വീശി. തുടർന്ന് പോലീസ് ഗേറ്റ് പൂട്ടുകയും ചെയ്തു. ഇനിയും പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കൊലകൾ നടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.